മരണശയ്യയിൽ കിടക്കുമ്പോൾ, മരണശയ്യ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് സാധാരണ ഓർമ്മ വരിക വയസ്സായി, കല്യാണമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ നേടി പ്രാരാബ്ധവും ഉത്തരവാദിത്തങ്ങളും എല്ലാം കഴിഞ്ഞ് മരണശയ്യയിൽ ഇങ്ങനെ കിടന്ന് മരണത്തെ പ്രതീക്ഷിച്ച് കട്ടിലിന്റെ ചുറ്റും നിൽക്കുന്ന മക്കളെയും പേരക്കുട്ടികളൊക്കെയാണ് സാധാരണഗതിയിൽ നമുക്ക് ഓർമ്മ വരിക. അങ്ങനെ ഒരു മാനദണ്ഡം മരണത്തിനില്ലട്ടോ. മരണം എന്ന് നാം ഓർക്കുമ്പോൾ ഏത് പ്രായത്തിലാണോ ഞാനും നിങ്ങളും ഉള്ളത് ആ പ്രായത്തിൽ മരണത്തെ ഓർക്കാൻ നമുക്ക് സാധിക്കണം. എനിക്ക് 18 വയസ്സെങ്കിൽ 18 ഈ വയസ്സിൽ ഞാൻ മരണക്കിടക്കയിൽ കിടക്കുന്നത് ഓർക്കാൻ എനിക്ക് സാധിക്കണം. എനിക്ക് 25 വയസ്സെങ്കിൽ ആ 25 വയസ്സിൽ ഞാൻ മരണക്കിടക്കയിൽ കിടക്കുന്നത് എനിക്ക് ഓർക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിന്റെ കാഴ്ചകൾ മുഴുവൻ നമ്മുടെ കണ്ണിൽ നിന്ന് മറയുമ്പോ, നമ്മുടെ സമ്പാദ്യങ്ങളും വീടും പരിചയക്കാരും നാം പരിചയിക്കുന്ന എല്ലാം കണ്ണിൽ നിന്ന് മറയുമ്പോ പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതെല്ലാം നമ്മുടെ കണ്ണിലേക്ക് തുറന്നു തരും. എന്താണത്? അല്ലാഹു പറയുന്നു പരിശുദ്ധ ഖുർആനിൽ, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണം സത്യവും കൊണ്ട് വരുന്നതാണ്, യാഥാർത്ഥ്യവും കൊണ്ട് മരണം വരുന്നതാണ്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ فكشفنا عنك غطاءك فبصرك اليوم حديد. ചില കാര്യങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾ അശ്രദ്ധരായിരുന്നു, എന്നാൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള നിങ്ങൾ ഏത് വിഷയത്തിൽ അശ്രദ്ധരായിരുന്നു ആ അശ്രദ്ധരായ വിഷയങ്ങളിലുള്ള നിങ്ങളുടെ മൂടികൾ നാം ഇതാ ഇന്ന് നീക്കി തന്നിരിക്കുന്നു. ഫബസറുകൽ യൗമ ഹദീദ്. ഇന്നേ ദിവസം നിങ്ങളുടെ കാഴ്ചകൾ മൂർച്ചയുള്ളതാണ്. ആ മൂർച്ചയുള്ള കാഴ്ചയാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? 2 രീതിയിലുള്ള കാഴ്ചകളാണ് കാണുക. ഒന്നാമത്തെ കാഴ്ച, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ സ്വർഗീയ പരിമളം പരത്തുന്ന മലക്കുകൾ കണ്ണിന്റെ കാഴ്ച സഞ്ചരിക്കുന്ന അത്രയും ദൂരം വന്നു നിന്ന് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സാന്ത്വനത്തിന്റെയും വാത്സല്യത്തിന്റെയും വാക്കുകൾ ഉരുവിടുന്ന ആ ഒരു രംഗം